തിരുവനന്തപുരത്ത് പാറശാല നിയോജക മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാവരിലും എത്തിക്കുന്നില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട്, വാട്ടർ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വികസനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ എത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വികസനങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ ഈ പൊന്നംകുളം തന്നെ മലിനമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ കുളിക്കാത്ത ആൾക്കാരൊന്നുമില്ല. നല്ല രീതിയിൽ കിടന്ന ഈ കുളം കുറേ കാലമായി ജനങ്ങൾക്ക് ഉപയോഗമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാവണമെന്നും ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ യുവതലമുറയ്ക്ക് പരമാവധി തൊഴിൽ ലഭിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ അത്യാവശ്യമായ ഒരു ഘടകം. എല്ലാവർക്കും തൊഴിൽ. ആ രീതിയിലായിരിക്കണം നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ നോക്കുക. സ്ഥാനാർത്ഥിയുടെ അംഗീകാരം നോക്കി വോട്ട് ചെയ്യുക. ഏത് സ്ഥാനാർത്ഥി പോയാൽ നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്ത് നേട്ടം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വയം നമ്മൾ ചിന്തിച്ചാൽ മതി. അവനവൻ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരശുവയ്ക്കൽ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം തിരുവനന്തപുരം. കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് വികസനം മുരടിച്ച് കിടക്കുന്ന പാറശാലയ്ക്ക് ഒരു വികസനത്തിന് വേണ്ടി, നല്ല വികസനം കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി വികസന കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാറശാല നിയോജകമണ്ഡലത്തിൽ പരശുവയ്ക്കൽ ദേശത്തുള്ള കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു കർഷകനാണ്. ഇവിടെ നമുക്ക് ആ വികസനം വേണ്ടതാണ്. അതുകൊണ്ട് BJP വീണ്ടും അധികാരത്തിൽ വരണം. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrit Veni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.